വൺ ഓഫ് മൈ ആഗ്രഹങ്ങളിൽ പെട്ടാണ് ഒരു കഫേ. അപ്പോൾ അത് ലൈഫിൽ എപ്പോഴാണ് നടക്കുകയെന്നറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്ത്, പക്ഷേ ഞാൻ അതേപോലെ അല്ല വരക്കണേ. എൻ്റെതായിട്ടുള്ളൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിരിക്കണം. കാരണം ഞാൻ വരച്ചാൽ എന്തായാലും അതേപോലെ ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ചസ് വരുത്തിയിരിക്കണേ. പക്ഷെ ഞാൻ അവരെക്കാട്ടി എലമെൻറ്റ്സ് ആഡ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ റെഫറൻസ് എടുത്തപ്പോൾ കഫേൻ്റെ റെഫറൻസ് അല്ലേ എടുത്തത് എന്നൊക്കെ സംശയമുണ്ട്. കാരണം ഇത് ഒരു അടച്ചിട്ട ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഇതാണ്. എൻ്റെ മനസ്സിൽ കുറച്ച് പേസ്ട്രീസും കേക്കൊക്കെ ഇങ്ങനെ എന്താണ് ഷോക്കേസിലൊക്കെ വെച്ച് ഷോക്കേസ് എന്താ പറയുന്നത് അങ്ങനെ വെച്ചുകൊണ്ടുള്ള ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഞാൻ ഇതെടുക്കാൻ കാരണം കേക്കും പേസ്ട്രിയും ഒക്കെ വരക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഒക്കെ വരക്കണ്ടേ. അപ്പോൾ കുറച്ചും കൂടി റിസ്കി ആയിക്കാരെന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ ആദ്യം ചെയ്തു വന്നപ്പോൾ എനിക്കെന്തോ ജായ ഉണ്ട് കാണാനേ തോന്നി. പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വരച്ച് വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ എനിക്കെന്തോ അത് കുറച്ചും കൂടി ഡാർക്കർ ആക്കാനൊക്കെ തോന്നി. പിന്നെ കുറച്ചും കൂടി ഔട്ട്ലൈനൊക്കെ ചെയ്താൽ രസം ഉണ്ടാവും തോന്നി. അപ്പോൾ ഞാൻ അതും അത് ചെയ്തപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിഞ്ഞത്. ഞാനിപ്പോൾ ഫുള്ള് വാട്ടർ കളറാണ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഇനി കുറച്ചും കൂടി അക്രിലിക്കുമ്മക്ക് ഫോക്കസ് ചെയ്യണം. കാരണം ഞാൻ അതിമൊന്ന് പറ്റ വിട്ട്. ഞാൻ ആദ്യമൊക്കെ ഫുൾ അക്രിലിക്കുമ്മലായിരുന്നു. പിന്നെ ഈ വാട്ടർ കളർ മേടിച്ചതിന് ശേഷം ഇതായി സിമ്പിൾ എന്നൊക്കെ തോന്നി. ഇനി അതും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ നമുക്ക് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഈ നെയിം ബോർഡുമ്മൽ എന്താണ് എഴുതേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒഴിച്ചിട്ടതാണ്. പിന്നെ ഇവിടെ കേട്ടോ ഞാൻ ആദ്യം ഒന്ന് നിർത്തിയത്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം തോന്നി. അപ്പോൾ പിന്നെ ഇരുന്ന ഇമകൾ ആ വാതിലൊക്കെ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡ് ആക്കിയാൽ രസം ഉണ്ടാവും തോന്നി. കാരണം അത് നല്ല മഞ്ഞ കളറ്. അപ്പോൾ രസമില്ല. ആ തീരുമാനം എന്തായാലും നന്നായി. എന്തോ ഒരു ഭംഗിയുണ്ട് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത്. ആ ഫ്ലവേഴ്സൊന്നും ആദ്യം കണ്ടിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഫ്ലവേഴ്സ് ലൈറ്ററും പിന്നെ എന്താ അതിന് പറയുക ലീവ്സൊക്കെ ഡാർക്കർ ഷെയ്ഡും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. കാടും പടലും പിടിച്ച കഫേ പോലെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്കെന്തോ ചെടിയൊക്കെ ഉള്ള ഇഷ്ടമായി. എന്നാൽ ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ശരി, ബായ്. വൺ ഓഫ് മൈ ആഗ്രഹങ്ങളിൽ പെട്ടാണ് ഒരു കഫേ. അപ്പോൾ അത് ലൈഫിൽ എപ്പോഴാണ് നടക്കുകയെന്നറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്ത്, പക്ഷേ ഞാൻ അതേപോലെ അല്ല വരക്കണേ. എൻ്റെതായിട്ടുള്ളൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിരിക്കണം. കാരണം ഞാൻ വരച്ചാൽ എന്തായാലും അതേപോലെ ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ചസ് വരുത്തിയിരിക്കണേ. പക്ഷെ ഞാൻ അവരെക്കാട്ടി എലമെൻറ്റ്സ് ആഡ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ റെഫറൻസ് എടുത്തപ്പോൾ കഫേൻ്റെ റെഫറൻസ് അല്ലേ എടുത്തത് എന്നൊക്കെ ഒരു സംശയമുണ്ട്. കാരണം ഇത് ഒരു അടച്ചിട്ട ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഇതാണ്. എൻ്റെ മനസ്സിൽ കുറച്ച് പേസ്ട്രീസും കേക്കൊക്കെ ഇങ്ങനെ എന്താണ് ഷോക്കേസിലൊക്കെ വെച്ച് ഷോക്കേസ് എന്താ പറയുന്നത് അങ്ങനെ വെച്ചുകൊണ്ടുള്ള ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഞാൻ ഇതെടുക്കാൻ കാരണം കേക്കും പേസ്ട്രിയും ഒക്കെ വരക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഒക്കെ വരക്കണ്ടേ. അപ്പോൾ കുറച്ചും കൂടി റിസ്കി ആയിക്കാരെന്ന് എനിക്ക് തോന്നി. ഇതിങ്ങനെ ആദ്യം ചെയ്തു വന്നപ്പോൾ എനിക്കെന്തോ ജായ ഉണ്ട് കാണാനേ തോന്നി. പിന്നെ ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ